സിറാജ് ലൈവിലേക്ക് സ്വാഗതം. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വക്കീലാണ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-ന് നമ്മുടെ കേരളവും ബൂത്തിലെത്തുന്നു. ഈ ഘട്ടത്തിൽ പല മണ്ഡലങ്ങളിൽ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്ന സമയം. ആരായിരിക്കും ഇത്തവണ അധികാരത്തിൽ വരിക? അതിലുപരി കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വിജയിക്കും? ഇതറിയാൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നാദ്യം ഞങ്ങൾ ഇപ്പോഴുള്ളത് കോഴിക്കോട് മണ്ഡലത്തിലാണ്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം കോഴിക്കോട് മണ്ഡലം. കോഴിക്കോടിനെ നമുക്കറിയാം, വീരേതിഹാസങ്ങളുടെ പടയോട്ടങ്ങളുടെ ചരിത്രമുള്ള, സാമൂതിരി ഭരണത്തിന്റെ ചരിത്രമുള്ള കോഴിക്കോട്ട് ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി കഴിഞ്ഞു. ഇത്തവണ കോഴിക്കോട്ട് അംഗം വെട്ടുന്നത് കഴിഞ്ഞ 3 തവണയും കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച MK രാഘവൻ, കോൺഗ്രസിന്റെ സിറ്റിംഗ് MP. മറുഭാഗത്ത് LDFിന് ജനകീയനായി LDF അവതരിപ്പിക്കുന്ന എളമരം കരീം. ഇതിന് പുറമെ BJP സ്ഥാനാർത്ഥിയായി MT രമേശും രംഗത്തുണ്ട്. ഇവരിൽ ആരായിരിക്കും ഇത്തവണ കോഴിക്കോട്ട് നിന്ന് പാർലമെന്റിലേക്ക് എത്തുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ 3 തവണയും തുടർച്ചയായി പാർലമെന്റിലെത്തിയ MK രാഘവൻ 4ാം ഊഴം നൽകാൻ കോഴിക്കോട് തയ്യാറാകുമോ? അതോ ജനങ്ങൾ കരീം കെ എന്ന് വിളിക്കുന്ന എളമരം കരീമിന് ഇത്തവണ പാർലമെന്റിലേക്ക് എത്താൻ കഴിയുമോ? അതാണ് നമുക്ക് ജനങ്ങളിൽ നിന്ന് അറിയേണ്ടത്. അപ്പോൾ ജനങ്ങൾ എന്ത് പറയുന്നു? അതാണ് സിറാജ് ലൈവ് അന്വേഷിക്കുന്നത്. നമുക്ക് ആളുകളിലേക്ക് പോവാം. അപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ആരാണ് ജയിക്കുക എന്നാണ് നമ്മൾ അന്വേഷിച്ചിറങ്ങുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട്ടെ പ്രസിദ്ധമായ മിഠായി തെരുവിലാണ്. മിഠായി തെരുവ് നമുക്കറിയാം, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ്. ഇവിടെ എല്ലാ സമയത്തും തിരക്കുകളുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരിടമാണ് കോഴിക്കോട്ടെ മിഠായി തെരുവിന്റെ ഈ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊപ്പം അല്പസമയം രാഷ്ട്രീയം പറയാൻ കോഴിക്കോട്ടെ കുറെ ആളുകൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ ഇത്തവണ കോഴിക്കോട്ടെ ഒരു ട്രെൻഡ് എങ്ങനെയാ? എന്റെ അഭിപ്രായത്തിൽ എളമരം കരീം ജയിക്കുന്നതാണ്. എന്താ ഇതിന്റെ ഒരു കാരണം? എന്താ കാരണം? കഴിഞ്ഞ 3 തവണ തുടർച്ചയായിട്ട് UDF കൊണ്ടുപോയ സ്ഥലല്ലേ? ആദ്യമായിട്ട് ചെറിയ വോട്ടിനാ തോറ്റത്. അതന്നെ തോൽക്കാൻ കാരണം റിബലിന് മുഹമ്മദ് റിയാസ് ആയിരുന്നു മത്സരിച്ചത്. അന്ന് റിയാസ് എന്നുള്ള പേരിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നം തന്നെയാണ്. റിയാസ് തന്നെ ആള് വേറെ 3 ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ല അങ്ങനെ പറയാൻ പറ്റില്ല. വിഭാഗീയതൊന്നുമില്ല. ഈ ഇപ്പം കരീംക എന്ന് പറഞ്ഞിട്ടാണ് ഒരു കരീംക അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഈ രാഘവേട്ടന്റെ ഒരു ബദലായിട്ട് വന്നതാണ്. കരീംക എന്നുള്ള ഒരു സ്നേഹം കരീംക കൊടുക്കുന്നുണ്ട്. അറിയപ്പെടുന്ന എല്ലാരും കരീംക എന്നാ വിളിക്കാറ്. അതുകൊണ്ടാണ് കരീംക എന്നാണ്. എന്താ നിങ്ങളെ അഭിപ്രായം എന്താ? ഇത്തവണ രാഘവേട്ടനെ തളയ്ക്കാൻ കരീംകക്ക് കഴിയോ? രാഘവേട്ടന് ഇനിയും ഒരു പ്രാവശ്യം കൂടി മത്സരിക്കാനാണെങ്കിൽ രാഘവേട്ടൻ തന്നെ ജയിക്കുള്ളൂ. അത്രക്കും ജനസമ്മതനാണ് രാഘവേട്ടന്. എനിക്കിപ്പോ രാഘവേട്ടൻ കഴിഞ്ഞ 3 തവണ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇനിയും ഒരു 4ാം തവണയും രാഘവേട്ടന് ഒരു ഊഴം കൊടുക്കുമ്പോൾ എന്താണ് രാഘവേട്ടനെ കുറിച്ച് നിങ്ങൾക്കുള്ളൊരു സങ്കല്പം? അതായത് ഈ 3 വർഷത്തെ രാഘവേട്ടന്റെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു അംഗീകാരമാണോ, അതോ ഇനിയും രാഘവേട്ടൻ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടോ? രാഘവേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇല്ലാത്ത, കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ ഗ്രൂപ്പ് ലെവലിലാണ്. ആ ഗ്രൂപ്പിനൊക്കെ തരം ചെയ്തുകൊണ്ടാണ് രാഘവേട്ടൻ വരുന്നത്. എല്ലാവർക്കും വളരെ, കോൺഗ്രസിൽ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു താരമായിട്ടാണ് രാഘവേട്ടൻ ഉണ്ടായത്. അതുകൊണ്ട് രാഘവൻ ചേട്ടൻ തന്നെ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് നിങ്ങൾ പറയുമ്പോൾ ഈ CPM-നകത്തും ഉള്ള കരീം കെ അവർ അവതരിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ജനകീയനായ ആളെന്ന നിലയിലാണ്. ഇത് 2 ജനകീയർ തമ്മിൽ, 2 MP-മാർ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ രാഘവേട്ടന്റെ ഒരു എഡ്ജ് എത്രയാണ്? രാഘവേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു വ്യക്തിയാണ്. എളമരം കരീം തൊഴിലാളി പ്രവർത്തകന്മാരെ അതുപോലെ യൂണിയൻ്റെ സ്റ്റാൻഡേർഡിൽ മാത്രമേ, അല്ലാതെ ജനങ്ങളിലേക്ക് അത്ര ബന്ധം ഇല്ല. ഇലക്ഷൻ CAT-ൻ്റെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. രാഘവേട്ടൻ അതുമല്ല, എല്ലാ ജനങ്ങളുടെ ഇടയിലും എല്ലാ
ഭാഗത്തും രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ രാഘവേട്ടനെ കണ്ടാൽ തന്നെ രാഘവേട്ടൻ വരണമെന്ന് പറയും. സമരം കരിമീൻ അത്ര സിയോട്ടിക്കാരിക്കല്ലാതെ പെട്ടെന്ന് പൊതുജനത്തിന് പെട്ടെന്ന് സമരം കരിമ്പ് വരുന്നത് ഇളംകരം കരീംക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അത് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു കരീം ഓക്കെ, ഈ രാഘവേട്ടന് തന്നെയാണോ നിങ്ങളും ഒരു ഇത് കാണുന്നത്, കൂടുതൽ സാധ്യത കാണുന്നത്? അല്ല, കരീമിക്കനാ. കരീംക്ക് ജയിക്കുന്നതാണ്. അതെന്തുകൊണ്ടാ? അയാൾ 3 പ്രാവശ്യം ഇവിടുന്ന് രാഘവേട്ടൻ ജയിച്ചു പോയിട്ട് ഇവിടെ എണ്ണി പറയാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ ചെയ്തില്ല. അയാൾ കാട്ടി പറയാൻ എന്തെങ്കിലും വേണ്ടേ? ഇവിടെ എന്താ ചെയ്ത്? അയാൾ ഇവിടെ ഒന്നും ചെയ്തില്ല. അപ്പൊ ഈ പ്രാവശ്യം വികസനം കൊണ്ടുവന്ന് പറച്ചില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ എപ്പോ വിളിച്ചാലും രാഘവേട്ടനെ കിട്ടുമെന്ന് അറിയുന്നത്. കരീംക്ക് അങ്ങനെ അവൈലബിൾ ആണോ? കരീമിക്ക് ഇവിടെ ഉള്ള ആളല്ലേ, കരീമിക്ക് എപ്പോഴും വിളിച്ചാലും കരീമിക്ക് ലെവലാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. രാഘവേട്ടൻ ഇപ്പൊ കോഴിക്കോട്ടുകാരനായില്ലേ? അതെ, രാഘവേട്ടൻ ഇപ്പൊ കോഴിക്കോട്ടുകാരനായി. 3 പ്രാവശ്യം ഇവിടെ ജയിച്ചു പോയതല്ലേ, അതുകൊണ്ട് കോഴിക്കോട്ടുകാരനായി. അതല്ലാതെ വേറെ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം കരീമിക്കിനെ ജയിപ്പിക്കണം എന്നാണ് ഞങ്ങളെ അഭിപ്രായം. എങ്ങനെ പ്രചാരണമൊക്കെ സജീവമായിട്ടുണ്ടോ? സജീവമായിട്ടുണ്ട്. ഇപ്പൊ നോമ്പൊക്കെ ആയിട്ട് കുറച്ച് ലക്ഷം ഇതായിരുന്നു, ഇപ്പം കുറച്ച് സജീവമായിട്ട് പോകുന്നുണ്ട്. എന്താ നിങ്ങൾ എന്ത് പറയുന്നു രാഘവേട്ടന്റെ കാര്യത്തിൽ, കരീംക്കയുടെ കാര്യത്തിൽ? ഇതിൽ ആരായിരിക്കും? രാഘവേട്ടൻ തന്നെ ജയിക്കുള്ളൂ. രാഘവേട്ടൻ ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. വികസനത്തിൽ രാഘവേട്ടൻ തന്നെ. ഇപ്പോൾ ഇളമങ്കരിനെ പറ്റിയിട്ട് നമുക്ക് അത്ര ഒരു അറിവില്ല. അയാൾ യൂണിയൻ ബേസിൽ മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ ഇടയിലേക്കുള്ള ഒരു മെജോറിറ്റി അയാൾക്കില്ല. അങ്ങനെയുണ്ടോ? ഇളമരം ജനങ്ങൾക്കിടയിൽ ഇല്ല. 8 കൊല്ലം മുമ്പുള്ള കേരള അപ്പോളേ കേരളം അന്നൊന്നും വ്യത്യാസമുണ്ട്. ആ വികസനത്തെ ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയാണ്. വികസനത്തിന്റെ ഇപ്പൊ എന്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ വിഴിഞ്ഞം ഇതിപ്പോ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. CPM ആണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല, പുറത്തുനിന്നുള്ള സപ്പോർട്ടേ ഉള്ളൂ. പണ്ട് ഇതുപോലെ കോൺഗ്രസ് സർക്കാരിന് CPM ഇതുപോലെ സപ്പോർട്ട് കൊടുത്ത് നിർണായക ഘട്ടത്തിൽ സപ്പോർട്ട് പിൻവലിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ CPM-നെ നമ്മള് ഇവിടെ നിന്ന് കോഴിക്കോട്ട് നിന്ന് അയക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഭാവിയിൽ വരാൻ സാധ്യത. അതിന് വേണ്ടിയിട്ടാണല്ലോ മത്സരിക്കല്. അന്നും പിൻവലിച്ചല്ലോ, പിന്തുണ എല്ലാം കൊടുത്ത് പിന്നെ പിൻവലിക്കാൻ കാരണം വരെ പോക്ക് കയറിയാണ്ടാല് അതായത് ഒരു തിരുത്തൽ ശക്തിയായിട്ടുള്ളതാണ്. അതായത് ഇന്ത്യ മുന്നണിയിലെ ഒരു തിരുത്തൽ ശക്തി എന്ന നിലയിൽ തിരുത്താൻ കഴിയോ ഇന്ത്യ മുന്നണിയെ? മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? CPM MLA 151 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇതിൽ 54 സീറ്റിൽ മത്സരിക്കുന്നുള്ളൂ. അത് എത്ര സീറ്റ് കിട്ടുന്നുള്ള ആൾക്കും ജനങ്ങൾക്കറിയാം. അതിൻ്റെ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയിട്ടാണ് തമിഴ്നാട്ടിൽ കിട്ടുന്നത് 2 സീറ്റ്. വേറെ എവിടെ സീറ്റ് കിട്ടി? പിന്നെ കേരളത്തിൽ നിന്ന് 1 സീറ്റും കിട്ടി. അത് ഇന്ന് കിട്ടാത്ത രൂപത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് CPM ഇപ്പോൾ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ പറയുന്നത്? ദേശീയ അംഗീകാരം ബാലൻ പറഞ്ഞത് എന്താണ്? നമ്മൾ ഭരണത്തിനൊക്കെയല്ല, നമ്മളെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മരപ്പട്ടി മറ്റുള്ള മൃഗങ്ങളെ ചിഹ്നം മത്സരിക്കേണ്ടി വരും. സൈക്കിൾ വരെ ഇപ്പോൾ ഇല്ലന്നാ, സൈക്കിൾ ചിഹ്നം വരെ കൊടുത്തു കഴിഞ്ഞു. അപ്പം ഒരു മത്സരിക്കുമ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനല്ല, ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിന് എതിരായിട്ട് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഈ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മത്സരിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പം ഈ LDF പോയാലും UDF പോയാലും ഒക്കെ അവിടെ എത്തുമ്പോൾ ഒന്നാണല്ലോ. അപ്പം ഇതിനകത്ത് ഒരു സൗഹൃദ മത്സരം എന്ന നിലക്കാണോ കേരളത്തിലെ മത്സരത്തെ കാണുന്നത്? സൗഹൃദ മത്സരമൊന്നുമല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടി മത്സരിക്കുകയാണ്. ചിഹ്നം ദേശീയ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. സൗഹൃദ മത്സരം എന്ന് പറഞ്ഞാൽ ഇപ്പം വടകരയിൽ മാഹി പോയി മത്സരിക്കുമ്പോൾ ഒരു ഭാഗം മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് പിന്തുണ ചെയ്യുന്നു, ഒരു ഭാഗം ഇപ്പോൾ LDFന് നിൽക്കുന്ന. അപ്പുറം 2 ഭാഗം കോൺഗ്രസ് ആണല്ലോ. ഇപ്പുറം കോൺഗ്രസിന് എതിർക്കുന്ന, അപ്പുറം കോൺഗ്രസിന് അനുകൂലിക്കുന്നു. ഒരേ പാർട്ടി തന്നെ 2 ഭാഗം നിന്നിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം വലിയ കാര്യമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. BJPനെ സീറ്റ് കുറയ്ക്കാന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇപ്രാവശ്യം ദേശീയ തലത്തിൽ BJPക്ക് സീറ്റ് കുറയോ? ചില സർവേകളൊക്കെ അങ്ങനെ വരുന്നുണ്ടല്ലോ. തീർച്ചയായും കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷി മുന്നോട്ടുള്ള, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചിരുന്നിട്ട് തീരുമാനം എടുത്തിട്ടുള്ള അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ നിതീഷ് കുമാർ ഇപ്പം അങ്ങോട്ട് പോയി. അല്ല, അതൊന്നും നോക്കണ്ട. എന്നാലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൽ പിന്നെ വൈഡായിട്ട് പല സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്നില്ല. ഒന്നിച്ചിരുന്നൊരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസും CPM-ഉം മറ്റേ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് മത്സരിക്കുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനത്തും ഒരുവിധമൊക്കെ പിന്നെ ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മത്സരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഒരു ചാൻസ് കാണുന്നുണ്ട്. ഈ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും കഴിയും. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ വർഗീയതയുടെ ഭാഗമായിട്ട് BJPക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ഒരുപാട് സംസ്ഥാനത്ത് BJPക്ക് എതിരെയുള്ള അവരുടെ ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു. BJPക്ക് വോട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെ വിരൽ വരെ കട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഞാൻ കണ്ടു വന്ന. അപ്പോൾ അങ്ങനെ നമ്മളെ മുന്നിലേക്ക് വരാത്ത എത്രയോ ആളുകൾ ബാക്കിലുണ്ടാവും. അപ്പോൾ അവർ BJP വിരുദ്ധമായിട്ടുള്ള വോട്ടുകൾ തീർച്ചയായിട്ടും ചെയ്യുന്നുള്ളത് ഷുവറാണ്. ഈ രാമക്ഷേത്രമാണല്ലോ ഇപ്പോൾ BJP പ്രധാനമായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. രാമക്ഷേത്രം വോട്ടാവും എന്നുള്ള അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? രാമക്ഷേത്രം വോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് BJP കളിക്കുന്നത്. അത് മുഴുവൻ ഹിന്ദുക്കളും പിന്നെ രാമക്ഷേത്രത്തിന് അനുകൂലമായിട്ടുള്ള ഇല്ലല്ല. ആ നിലപാടിൽ ഒരു വോട്ട് യന്ത്രം BJPക്ക് ഇപ്പോൾ ഒരു പേടി തുടങ്ങി. അവസാനം വോട്ടത്തിലേക്ക് കടന്നു വരുന്നിടത്തോളം പിന്നെ UDF-ഉം പിന്നെ ഇന്ത്യ മുന്നണിൻ്റെ പ്രവർത്തനം വളരെ ശക്തിയായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇന്ത്യ മുന്നണി വരട്ടെ എന്നുള്ളതാണ്. BJPനെ ഒരു ഭയത്തോടു കൂടി കാണുന്ന ഒരു അവസ്ഥ ഇന്ത്യയിലുണ്ടായിരിക്കുന്നു. അത് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ രാഘവേട്ട ഇപ്പം 3 തവണ ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചു പോയിട്ടുള്ള ആളാണ്. പക്ഷേ കോഴിക്കോടിൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എയിംസ്. അതെന്താ ഇപ്പോഴും സാധ്യമാക്കാൻ രാഘവേട്ടന് സാധിക്കാത്തത്? സെൻട്രൽ ഗവൺമെന്റ് അല്ല അതിന് തീരുമാനിക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് ഈ സെൻട്രൽ ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്താനാണല്ലോ നമ്മൾ MP-മാരെ പറഞ്ഞേക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് സ്വാധീനം ചെലുത്തിയാലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എതിർപ്പ് ഇതിലുണ്ടാവുമല്ലോ. അവരെല്ലാ സ്ഥലം ഇപ്പം അടുത്ത് വരെ എയിംസ് പോലും അനുവദിച്ചില്ല. കേരളത്തിൽ മാത്രം കൊടുത്തില്ല. രാഷ്ട്രീയപരമായൊരു വകപോക്കൽ മാത്രമേ. രാഘവേട്ടൻ പോരാത്തോണ്ടാണ്. അല്ല, രാഘവേട്ടൻ മാത്രമല്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കളിയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തകർക്കലുണ്ടല്ലോ, ആ കിട്ടുള്ളൂ. ഇപ്രാവശ്യം കരീം കെ അയച്ചാലേ എയിംസ് നമുക്ക് കിട്ടുമോ? അത് കിട്ടും, ഉറപ്പാണോ? അപ്പൊ ഇവര് പറഞ്ഞ ഇതേ കാരണം അവിടെ ഇല്ലേ? കാരണം കേരളത്തിൽ ഈ ഗവൺമെന്റ് ആണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ കിട്ടും. അല്ല കേരളത്തിലെ ഗവൺമെന്റ് കൂടി സ്വാധീനം ചെലുത്തല്ലോ. പിന്നെ കോൺഗ്രസ് ഇപ്പൊ ക്ഷീണത്തിലാണ്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിലിടാൻ കാരണം. അവിടെ കോൺഗ്രസിന് ക്ഷീണം രാഹുൽ ഗാന്ധി ഒരു സീറ്റ് മാത്രമായി കോൺഗ്രസിന്റെ ക്ഷീണം തന്നെയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊക്കെ കേരളത്തിന്റെ പുറത്തും ഇന്ത്യ കോൺഗ്രസ് ഇല്ല, എല്ലാം BJP ആയി. എല്ലാ കോൺഗ്രസ്സുകാരും BJP അപ്പോ. ശരി, ഇത് കോൺഗ്രസ് എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ല. അത് വലിയൊരു തിരിച്ചടിയാട്ടോ നിങ്ങൾക്ക്. ഈ കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP എന്നുള്ള ആ പത്മജ വേണുഗോപാൽ അടക്കം പോയി. അല്ല, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ 35 കൊല്ലം ബംഗാളിൽ മരിച്ചവര് അവിടെ ആരെപ്പോഴും ഒരു സീറ്റ് വരെ ഇല്ലല്ലോ അവിടെ. അപ്പൊ ആ ആൾക്കാർ എങ്ങോട്ടാ പോയത്? BJPക്ക് സീറ്റ് ഉണ്ട്. എന്താ പറഞ്ഞല്ലോ ത്രിപുര പിന്നെ മാർക്സ് പാർട്ടി കൊണ്ടായിട്ട് കാലിയായില്ലേ. ത്രിപുരയിൽ മാർക്സ് പാർട്ടിന്റെ ഓഫീസ് വരെ BJPന്റെ ഓഫീസായി മാറി. കോൺഗ്രസ് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയിലേക്ക് പോകുന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം കാണണം. നമ്മള് 35 കൊല്ലം ഭരിച്ചിട്ട് തീരെ ഇല്ലാതായി പോകുന്ന പറഞ്ഞാൽ ജനങ്ങൾ എവിടെ? പക്ഷേ ഈ CPM ഒന്നും ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പോയതായിട്ട് കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ കൊണ്ട് അനുയായികൾ പോയാൽ മതിയല്ലോ. പ്രധാനപ്പെട്ട നേതാക്കന്മാർ നടന്നാൽ മതി. ഇപ്പൊ CPIക്ക് മുമ്പ് അങ്ങനെ തന്നെ. കേരളത്തിലുണ്ടോ ഈ ട്രെൻഡ്? ഉണ്ടോ? കേരളത്തിൽ CPM അങ്ങനെ കാര്യമായിട്ട് BJPയിലേക്ക് ഒഴുക്കുണ്ടോ? ഒന്നുമില്ല, വെറുതെ പറയുന്നതാണ്. കേരളത്തിൽ അങ്ങനെ പോണില്ല. ഒരാളെങ്കിലും പറയും, ഒരാൾ പോയത് ഞാനല്ല പറയും, ഇത് നിങ്ങളാ പറയണ്ടേ. ഒരാൾ പോയി. ഒരാളെ പറയാനാ പറയുന്നത്. കേരളത്തിൽ നിന്ന് പോയ അനുയായികൾ പോയാൽ മതിയല്ലോ, നേതാവ് പോകണമെന്നില്ല. അതായത് ഇവരിപ്പോ പറയുന്നത് എന്താണെന്നറിയോ? CPM-ന്റെ അകത്തുനിന്ന് അനുയായികളാണ് പോകുന്നത്, കോൺഗ്രസിന്റെ അകത്തുനിന്ന് നേതാക്കൾ മാത്രമേ പോകുന്നുള്ള. അപ്പൊ CPM-ന്റെ അടുത്തുനിന്ന് കൂടുതൽ പോകുന്നുണ്ട് എന്ന് അറിയുന്നത്. CPM ആരും പോയിട്ടില്ല, CPM ഒന്നും പോയിട്ടില്ല. ഇപ്പം ഇവിടെ കേരളത്തിലൊക്കെ ഇവിടെ മുസ്ലിം ലീഗിന് ഭയങ്കര ക്ഷീണമാണ്. മുമ്പ് ഇബ്രാഹിം സുലൈമാൻ സെട്ടും ഉസ്മാൻ സാഹിബ് മത്സരിക്കുന്ന സമയത്ത് മണ്ഡലത്തിൽ പോക്കില്ല, നോമിനേഷൻ കൊടുത്തിട്ടുള്ള പോക്കാണ്. ഇത് എത്ര വോട്ടായി ജയിക്കില്ല? ലക്ഷക്കണക്കിന് വോട്ടായി ജയിക്കില്ല, ലക്ഷക്കണക്കിന് വോട്ട്. ഇപ്പം മറ്റുള്ള പാർട്ടിക്കാരെ മാതിരി നോമിനേഷൻ കൊടുത്ത് പ്രചരണം നടത്തിയിട്ട് എത്ര വോട്ടാണ്? 25,000 10,000 വോട്ടാണ്.
ഇപ്പം നമ്മൾ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ കല്ലായിപ്പാലം കഴിഞ്ഞ ലീഗില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലില്ല. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കേരളത്തിൽ 2 ലീഗ് സീറ്റുണ്ടല്ലോ, അപ്രാവശ്യം ലീഗ് ജയിക്കില്ല എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ. എവിടെ പൊന്നാനിയിലും മലപ്പുറത്തോ? വല്ലാത്ത ആത്മവിശ്വാസം തന്നെ. ഇത് പഴയ മഞ്ചേരി അംസാക്ക ജയിച്ച കാലത്തെ തെരഞ്ഞെടുപ്പല്ല. അല്ല നോക്കാം നമുക്ക് ഞാനിത് വേണ്ടെങ്കിൽ നോക്കാം നമുക്ക്. അപ്പൊ അല്ല, ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന 20 സീറ്റ് LDF കിട്ടുന്നുള്ള ലെവലിലാണ്. 20 സീറ്റ് LDF. മുസ്ലിം ലീഗുകാരനല്ല, പക്ഷെ ഞാൻ ഇയാൾക്ക് ഒരു 1000 റുപ്യന്റെ ബെറ്റ് വെക്കാം. ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല. ഇപ്പൊ റെഡിയാന്നാ പറഞ്ഞേ. അതായത് മലപ്പുറം പൊന്നാനിയും പോകുന്നുള്ള ആത്മവിശ്വാസത്തിന്. അതൊക്കെ പുള്ളി ആവേശം കൊണ്ട് പറയാണ്, ഒരു ആവേശത്തിൽ പറയുന്നത് മാത്രം. എന്താ നിങ്ങൾ ഇങ്ങോട്ട് വരി. നിങ്ങൾ ഈ ചർച്ച എങ്ങനെ കേൾക്കുകയാണ്? അവിടെ ഇത് പിടിക്കും, മൈക്ക് പിടിക്കും. ഇല്ല, രാഘവേട്ടൻ തന്നെ ജയിക്കൂ, സംശയമില്ല. കേരളത്തിൽ എത്ര സീറ്റ് ഉണ്ട് UDF ന്? ആലപ്പുഴയും പോവും. ഈ KC വേണുഗോപാല് ഇപ്പം അവിടുന്ന് രാജിവെച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വരിക. MP സ്ഥാനം രാജിവെച്ചിട്ടാണല്ലോ വരിക. മൂപ്പര് രാജസ്ഥാനിൽ നിന്നുള്ള MP ആണ്. അപ്പൊ മൂപ്പര് അവിടുന്ന് രാജിവെച്ച് വരുമ്പം ശരിക്കും ആ ഒരു സീറ്റിലേക്ക് ഇനി BJP ആണ് വരിക. മൂപ്പര് ഇവിടെ ജയിച്ചാല് അത് ശരിക്കും ഒരു അപകടമല്ലേ? അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എത്രയാണ് ഇപ്പം കേരളത്തിന് ചെലവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മന്ത്രിമാരും MLA മാരും എൻ്റെ ബിനി മത്സരിക്കുന്നു. സാധാരണ ആളില്ലായിട്ടാ. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ മന്ത്രി മത്സരിക്കുന്ന കരീമ MP ആണ്. ഇവരൊക്കെ എന്ത് മത്സരിക്കേണ്ട ആവശ്യം? സാധാരണ മറ്റുള്ള ജനങ്ങളില്ലേ, പാർട്ടിൻ്റെ നേതാക്കന്മാരില്ലേ പിന്നിലിരിക്കുന്നത്, അവർക്ക് എന്താ സീറ്റ് കൊടുക്കാത്തത്? അതേമാതിരി തന്നെ സംഗതി നടക്കൂ. പക്ഷേ ഈ എളമരം കരീമിന് ഇനിയിപ്പം ജയിച്ചു കഴിഞ്ഞാൽ പോലും ആ സീറ്റ് കേരളത്തിൽ നിന്നുള്ള സീറ്റ് തന്നെയാണല്ലോ. മറ്റേത് രാജസ്ഥാനിൽ നിന്നാണ്. അവിടെ ഇപ്പം BJPക്കാണ് ആ സീറ്റ് പോവുക. അത് കുഴപ്പം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓക്കെ, ഇതാണ് മാനാഞ്ചിറയുടെ പൾസ്. ഇനി നമുക്ക് മാനാഞ്ചിറയിൽ മറ്റു ആളുകളൊക്കെ എന്തൊക്കെ പറയുന്നു എന്ന് കൂടി നോക്കാം. 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. അതായത് ബാലുശ്ശേരി, എലത്തൂര്, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂര്, കുന്നമംഗലം, കൊടുവള്ളി. ഈ 7 മണ്ഡലങ്ങളിൽ 6 നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് LDF ആണ്. കൊടുവള്ളിയിൽ മാത്രമാണ് UDF ഉള്ളത്. മുസ്ലിം ലീഗ് വിജയിച്ചിരിക്കുന്നത്. പക്ഷേ കോഴിക്കോടിൻ്റെ ഒരു രസകരമായ ചിത്രം എന്ന് പറയുന്നത്, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കോഴിക്കോട്, അതേ സമയത്ത് തന്നെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-നൊപ്പം നിൽക്കുന്നു എന്നതാണ് കാഴ്ച. ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം 1980-ൽ EK ഇമ്പിച്ചി ബാവ വിജയിച്ചതൊഴിച്ചാൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു CPM സ്ഥാനാർത്ഥിയും പാർലമെന്റിൽ എത്തിയിട്ടില്ല. അതാണ് കോഴിക്കോടിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം. പാർലമെന്റിൽ UDF, നിയമസഭയിൽ LDF. അതാണ് കോഴിക്കോടിന്റെ സമവാക്യം. ആരായിരിക്കും ഇത്തവണ ഇവിടെ ജയിക്കുക? കരീം കെ ആകോ രാഘവേട്ടനാവോ? രാഘവേട്ടനല്ല ജയിക്കുക, കരീംക ജയിക്കും. ഇളമരം സെറ്റാണ്, ജയിക്കും. പക്ഷെ അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. 3 സ്ഥാനാർത്ഥികളുണ്ട്. അതെ, ഇവിടെ ട്രെൻഡ് MK രാഘവനാണ്. അതെന്തുകൊണ്ടാ? അത് നല്ലൊരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ്. വ്യക്തിത്വമാണ്. കാണുന്ന ഗുണം എങ്ങനെ വിശ്വസിക്കൂ? ആ ഒരു ചോദ്യമുണ്ട്. അതൊരു ചോദ്യമാണ്. അത് എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചാൽ, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP. അതാണ് പ്രശ്നം. എങ്ങനെ വിശ്വസിക്കും? പക്ഷെ രാഘവേട്ടൻ 3 വർഷം പോയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പ്രശ്നമൊന്നുമില്ല. വ്യക്തി അത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല. പക്ഷെ കരീംക്കൊക്കെ നല്ല ജനസമിതിയുള്ള ആളാണ്. അപ്പൊ നല്ല ഫൈറ്റാണ്. നല്ല മത്സരമാണ്. എല്ലാ സ്ഥാനാർത്ഥിയും വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളെ വോട്ടായിരിക്കാന്നുള്ളത് നമ്മൾ പറയാൻ കഴിയില്ല. സോറി. ഇല്ല, ഇപ്പോൾ നമ്മൾ പറയില്ല. ആരായിരിക്കും ഇപ്രാവശ്യം കോഴിക്കോട്? ഇവിടെ രാഘവനാണ്. ഉറപ്പാ? ഉറപ്പ്, 100%. അപ്പുറത്ത് കരീംക്കൊക്കെ നല്ല ഏത് കരീമായാലും യാതൊരു ഒരു പേടിയില്ല. ധൈര്യത്തിൽ ഇവിടെ എന്തായാലും ഒരു 25,000 വോട്ടിന് വയ്ക്കും. എത്ര? 25,000 വോട്ടിന് വയ്ക്കും. അപ്പൊ ഭൂരിപക്ഷം കുറയും. അന്നത്തെ ആ ട്രെൻഡ് ഉണ്ടാവില്ല. 85,000 വോട്ടിന് അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ വരുന്നുള്ള അധികാരത്തിൽ വരുന്നുള്ള ഇപ്രാവശ്യം രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അന്നത്തെ അതല്ല, ആ ട്രെൻഡല്ല ഇരുന്ന്. കോഴിക്കോട് അധികം പക്ഷം UDF സ്ഥാനാർത്ഥി രാഘവനായിരിക്കും. ആണോ നിങ്ങളെ അഭിപ്രായം? രാഘവൻ. അതെ, രാഘവൻ എന്താ നിങ്ങൾ കാണുന്ന ഒരു മേന്മ എന്താ? അത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് വേണ്ടി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തൊക്കെ അല്ലേ ആണ്. അതുകൊണ്ട് വികസന വികസനമാണ് ഏറ്റവും പ്രധാനം. മനുഷ്യന്റെ ഏറ്റവും പ്രധാനം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, നല്ല ജീവിതത്തിന് വേണ്ടി BJP വോട്ടിന് വേണ്ടി പറയുന്നത് വികസനം നടത്തിയെന്നാണ്. BJP സ്ഥാനാർത്ഥി സൂപ്പർ തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷെ MK രാഘവൻ ഒരു എന്തായാലും ഇവിടെ ജയിക്കൂല. അതെ.
അതെന്ത് പറയാനാ, നമ്മളെ തറവാട്ടിൽ നിന്ന് ആളല്ലേ ഇതന്നെ പോവുള്ളൂ, അതിനെ കൈപ്പത്തി. ജയിക്കണോ. ആ രാഘവേട്ടൻ 4ാം തവണ എത്തും പിന്നെ വീണ്ടും തീർച്ചയായിട്ടും. ആണോ? ഓ sure. എന്താ എത്ര ആത്മവിശ്വാസം? ഇവിടെ പണ്ട് കോഴിക്കോട് പറഞ്ഞ അതിനുള്ള ഇത് കാണിച്ചു തരും നിങ്ങൾക്ക് എന്താന്നല്ലേ. ആ. ഓ ഷുവർ ഈ എളമരം കരീം പറഞ്ഞ പോലെ ആളുകളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള ആളല്ലേ? ഉണ്ടെന്നല്ല, പക്ഷെ നമുക്കിപ്പോ തറവാടിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കണ ആൾക്കാരെ ഒരു പേരും പ്രശസ്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പഴയ പേരും ആൾക്കാർ വെച്ച് പറയണത് മൂപ്പര് തന്നെ. ഇവിടെ ആരും ജയിച്ചിട്ട് കണക്കാ. അതെന്താ അങ്ങനെ? ഒന്നുമില്ല, എല്ലാരും ജയിച്ച പാട് ജയിക്കണ മുമ്പ് ഇവിടെ ഉണ്ടാവും. ആ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരേ കൂട്ടി പോകും. കരീംക്കാവാനാണ് സാധ്യത. ആര് വന്നാലും നല്ല ഭരണം കാഴ്ച വെച്ചാൽ മതി. ആ. അല്ല കോഴിക്കോടിന്റെ പൈതൃക തെരുവായ മിഠായി തെരുവിലൂടെയാണ് ഞങ്ങളിപ്പോൾ കോഴിക്കോട്ട് ആരായിരിക്കും ജയിക്കുക എന്ന് അന്വേഷിച്ച് നടക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശക്തമായ മത്സരം കോഴിക്കോട്ട് നടക്കുമെന്ന് തന്നെയാണ്. കാരണം 2 MP-മാർ തമ്മിലുള്ള പോരാട്ടമാണ്. ഒരാൾ സിറ്റിംഗ് ലോക്സഭാ MP ആണ്, മറ്റൊരാൾ രാജ്യസഭയിൽ നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള MP ആണ്. ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അവരുടെ ഒരു മനസ്സിലുള്ള മണ്ഡലമല്ല, പക്ഷേ വോട്ട് ഉയർത്താൻ കഴിയുമോ എന്നതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല മത്സരം കോഴിക്കോട്ട് നടക്കുന്നു എന്ന പ്രതീതി തന്നെയാണ് ഇവിടെ മിഠായി തെരുവിൽ നിന്ന് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്. 4 ടോപ്പ്. ഒരു മിനിറ്റ്. ഇലക്ഷന്റെ സമയമാണല്ലോ, ടോപ്പ് അവിടെ നോക്കട്ടെ. ആരായിരിക്കും പ്രാവശ്യം ജയിക്കുക? ആര് ജയിച്ചാലും നാട് നന്നായാൽ മതി. അത്രേ ഉള്ളൂ. എന്നാലും ഒരാളല്ലേ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇലക്ഷൻ അല്ലേ വരുന്നത്, ആര് ജയിക്കുന്നത് കൺഫേം അല്ല. എന്തായാലും എന്റെ വോട്ട് കൈപ്പത്തിക്കാണ്. ഒരു മിനിറ്റ്. ആരാ ഇപ്രാവശ്യം കോഴിക്കോട് ജയിക്കുക? കോഴിക്കോട് രാഘവൻ തന്നെ ആയിരിക്കും ജയിക്കുക. ഉറപ്പാ? തീർച്ചയായിട്ടും. എന്താ കാര്യം? രാഘവൻ ജയിക്കൂല എന്നാണ് ഇപ്പൊ CPM-മാർ ഉറപ്പിച്ചു പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടി ഭൂരിപക്ഷം കൂടും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നല്ല ഭൂരിപക്ഷ, ഇപ്രാവശ്യം അതിനേക്കാളും കൂടും. കോഴിക്കോട് കരീംക്ക. ഉറപ്പാ? ഉറപ്പാ. ഈ രാഘവേട്ടനെ തോൽപ്പിക്കാൻ കരീംക എന്ന് പറഞ്ഞു വന്നാൽ നടക്കുന്നാണോ? നടക്കും. എന്താ കാര്യം? കരീംകക്ക് എന്താ ഇവിടെ കോഴിക്കോട് നൽകുന്ന മേന്മ എന്താ? മേന്മ എന്ന് പറഞ്ഞാല് മൂപ്പര് MP സ്ഥാനം കിട്ടി കഴിഞ്ഞാൽ അവിടെ പ്രതികരിക്കാൻ ഒരാളുണ്ട്. അപ്പൊ രാഘവേട്ടൻ പ്രതികരിക്കുന്ന ആളല്ല. രാഘട്ടന് അതറിയില്ല, രാഘട്ടൻ പ്രതികരിച്ചോളൂ, അത് നമുക്കറിയില്ല. പക്ഷെ കരീംക്ക പ്രതികരിക്കും. ഉറപ്പാണ്. കരീംകന്റെ കാര്യത്തിൽ ഷുവർട്ടി ഉണ്ട്. ആ ഷുവറാ. ആരായിരിക്കും ഇപ്രാവശ്യം കോഴിക്കോട്ട്? ഒറ്റ വാക്കിൽ പറയാൻ കഴിയും? ജനകീയനാണ് അയാള്. എല്ലാ കരീം ജനകീയനല്ലേ? അല്ല ആണ് അയാൾ എന്താ വെച്ചാല് ജനകീയനായിട്ടല്ല, അയാൾ കഴിഞ്ഞ വ്യവസായ മന്ത്രി അയക്കണ്, ബേപ്പൂർ മണ്ഡലം നിൽച്ച് കോഴിക്കോട് മണ്ഡലം നിൽക്കണ്, ഒരു പുരോഗതി ഉണ്ടായില്ല. അപ്പൊ ഈ രാഘവൻ 3 തവണ കോഴിക്കോട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MP ആണ്. മൂപ്പർ എന്ത് വികസനം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് CPM പറയുന്നത്. CPM അങ്ങനെ അതാണല്ലോ പറയുന്നത്, രാഷ്ട്രീയ എതിരാളികളല്ലേ. എന്താ രാഘവൻ ഉണ്ടാക്കിയ ഒരു വികസനം? നിങ്ങളൊരു വോട്ടർ ആണല്ലോ, എന്താണ് ഒരു വികസനം? മെഡിക്കൽ കോളേജിലെ വികസനം, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനില് ഇതൊക്കെ എടുത്തു കാണണല്ലോ. പിന്നെ എയർപോർട്ട്, ഈ മെഡിക്കൽ കോളേജിലെ വികസനമൊക്കെ രാഘവേട്ടന്റെ അക്കൗണ്ടിലാണോ? കേന്ദ്രത്തിലാണെങ്കിൽ ഇയാൾ മെനക്കെട്ടാൾ കിട്ടണത്. പക്ഷെ നമുക്ക് എയിംസ് ഇതുവരെ കിട്ടിയില്ല. കിട്ടിയില്ല. അത് കേരളത്തിൽ സഭാഗത ഉണ്ട്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. നമ്മള് കിനാലൂരിലെ ഭൂമിയൊക്കെ എടുത്ത് സെറ്റായി സംസ്ഥാന കേരളം കൊടുക്കണല്ലോ, കൊടുത്തില്ലല്ലോ. അത് കൊടുത്താൽ വരും. വരും. കേരളം തയ്യാറാണല്ലോ കൊടുക്കാൻ. കേരളം കേന്ദ്രമായിട്ട് രാഘവേട്ടൻ പ്രസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത് വെറുതെ പറയാ. അങ്ങനെയാണ് 800 ജില്ലാ വോട്ട് ജയിച്ച്, പിന്നെ കൂടുതലായി. കഴിഞ്ഞ പ്രാവശ്യം 85,000 കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഒരു ലോട്ടറി അടിച്ച പോലെയുള്ള ജയല്ലേ LDF-നും UDF-നും മൊത്തത്തിൽ ഉണ്ടായത്. അതല്ല, അത് വേറെ വിഷയം. ആ ട്രെൻഡ് പ്രാവശ്യം ഉണ്ടോ? ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് BJP ഗവൺമെന്റ് പോണം. വർഗീയ ഫാസിസ്റ്റ്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം 20 സീറ്റില് 19 സീറ്റില് UDF-ഉം 1 സീറ്റില് LDF എന്നുള്ള ട്രെൻഡാണ് വന്നത്. ഈ പ്രാവശ്യം എങ്ങനെയായിരിക്കും? രാഹുൽ ഗാന്ധി പ്രാവശ്യം വയനാട്ടിലുണ്ട്. ഇപ്രാവശ്യം അതൊരു 18-19 അടുത്ത് വരും. ആണ്. ഒരു സീറ്റ് കുറയുന്നു തോന്നുന്നുണ്ട് അല്ലേ? അത് വെച്ചാൽ അങ്ങനെ ഉള്ളൂ, അല്ലാതെ അത് ഉറപ്പില്ല. കരീംകയാണോ രാഘവേട്ടനാണോ? രാഘവേട്ടൻ ജയിക്കും ഇവിടെ, യാതൊരു സംശയമില്ല ആ കാര്യത്തില്. ദേശീയ തലത്തിൽ എന്താ സംഭവിക്കുക? പ്രാവശ്യം NDA സർക്കാർ വീഴുവോ? വീണമെന്നാണ് മൊത്തത്തിലുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായം. അത് വീണല്ലാതെ സാധ്യത ഉണ്ടാവാനാണ് സാധ്യത കാണിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ ഇവിടെ നിലനിൽപ്പില്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട്ട് രാഘവേട്ടനാണോ കരീംകയാണോ? കരീമിനാണ് സാധ്യത. കാരണം ഒരു ജനകീയനാണ്, തൊഴിലാളി വർഗ നേതാവാണ്. പിന്നെ രാഘവനെ സംബന്ധിച്ച് ഒരു 3 തവണ MP ആയ സ്ഥിതിക്കുള്ള ഒരു കുറെ പോരായ്മകൾ രാഘവനുണ്ട്. അത് പോരായ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് പാർലമെന്റിൽ തന്നെ കോഴിക്കോടിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തന്നെ പലപ്പോഴും വിട്ടുപോകാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ മൂപ്പരുടെ പേരെന്ന് പറഞ്ഞാൽ അധികം കല്യാണത്തിന് പോവുക,
അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് പേരെടുക്കുന്ന ഒരാളാണ്. ഒരു ജനകീയ പ്രശ്നങ്ങളൊക്കെ ഒരു ജനകീയ നേതാവുമ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ജനകീയ എന്ന് പറഞ്ഞാൽ കല്യാണമല്ലല്ലോ വികസനം എന്ന് പറഞ്ഞത്. കല്യാണം മാത്രമല്ല വികസനം എന്ന് അതല്ല, പറഞ്ഞാൽ അതല്ല. മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കലല്ലോ വികസനം എന്ന് ആ, പറയും. കല്യാണത്തിന് പോയിട്ടോ അല്ലെങ്കിൽ റെയിൽവേയിൽ മറ്റേ ലിഫ്റ്റ് വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഈ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നത് ഈ കല്യാണത്തിന് പോകുന്നത് നോക്കിയിട്ടായിരിക്കോ? അത് ചില അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. എന്നാലും ഇവിടെ സംബന്ധിച്ച് ട്രെൻഡ് എളമരം കരീമിനാണ്. എൻ്റെ ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ കരീമിനാണ് സാധ്യത. നിങ്ങളുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം രാഘവനാ. രാഘവൻ ജയിക്കുന്നതാണ്. കരീമിന് ജനത്തിൻ്റെ അഭിപ്രായം ഇല്ല. ആ. ആ. രാഘവൻ വന്ന സ്ഥിതിക്ക് രാഘവൻ തന്നെ ജയിക്കുള്ളൂ. ജനത്തിൻ്റെ പക്ഷേ അഭിപ്രായം പിന്നെ ഇളമരം കരീം താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ജനങ്ങളോടുള്ള ആളാണ്. സമ്പർക്കം വളരെ കുറവാണ്. ആ. അതാണ്. ആണ്. ആ. ജനസമ്പർക്കമുള്ള ആളാവണം ആ എന്നുള്ളതാണ്. അതാണ്. പക്ഷെ വികസനം ഇപ്പം പാർലമെന്റിലെ ഇടപെടലിന്റെ കാര്യത്തിൽ രാഘവേട്ടനേക്കാൾ ഒരു പടി മുന്നിൽ കരീമാണെന്നുള്ള പറയാൻ അഭിപ്രായം. പറ്റില്ലല്ലോ, ജയിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അല്ല, രണ്ടുപേരും ഇപ്പൊ MP ആണ്. ഒരാൾ രാജ്യസഭയിലാണ്, ഒരാൾ ലോക്സഭയിലാണെന്നുള്ള വ്യത്യാസമുള്ളൂ. പക്ഷേ രാഘവനാണ് എനിക്ക് താല്പര്യമായിട്ട് കാണുന്നത്. ആ. രാഘവൻ തന്നെ ജയിക്കും. ഭൂരിപക്ഷം കൂടുമോ പ്രാവശ്യം? ഭൂരിപക്ഷം കൂടില്ല. കൂടൂല. കഴിഞ്ഞ ഭൂരിപക്ഷം കഴിഞ്ഞതൊരു ട്രെൻഡ് ആയിരുന്നു. ആ ട്രെൻഡ് ഇപ്പൊ എന്തായാലും നിലനിൽക്കുന്നില്ല. ഉണ്ടാവില്ല. ഈ കോൺഗ്രസിനകത്ത് നിന്ന് കുറെ ആളുകൾ BJP-യിലേക്ക് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതിന് എന്താണ് കോൺഗ്രസിന്റെ ന്യായീകരണം? അത് പറയാൻ പറ്റൂല. അത് ഓരോരുത്തർ താല്പര്യമില്ല, രാഷ്ട്രീയ താല്പര്യമാണല്ലോ. അതിപ്പം ഒക്കെ പൈസ കൊടുത്ത് വാങ്ങാമല്ലോ. വാങ്ങാണ്. ഓരോ സ്ഥലത്ത് ഒരു നിയമസഭ കോൺഗ്രസ് വന്നാലും ഉള്ളിൽ ക്യാഷ് കൊടുത്തിട്ട് അത് BJP ആക്കാമല്ലോ. ഇപ്പൊ ഗോവയിലൊക്കെ അങ്ങനെയല്ല ഉണ്ടായി. കാശ്മീരിലാണ് ഒക്കെ മാറ്റം വരുന്നത്. അപ്പൊ ഈ കാശ്മീരിൽ CPM-ന്റെ ആളുകൾ മാറില്ല എന്നാണോ? CPM-ന്റെ ആൾക്കാർ മാറില്ല. മാറൂല. ഉറപ്പാ? അതെന്താ അങ്ങനെ? അത് ഇതൊരു MPയോ ഒരു MLO മറ്റേ കമ്പോളത്തിൽ രാഷ്ട്രീയ കമ്പോളത്തിൽ വിൽക്കപ്പെട്ടതായിട്ട് ഇടതുപക്ഷത്തിൽ നമ്മൾ റിപ്പോർട്ട് ഇതുവരെ കണ്ടിട്ടില്ല. മറിച്ച് കോൺഗ്രസ് തറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് സമയത്തും ഡൽഹിയിൽ നിന്ന് കമ്പോളത്തിൽ വിൽക്കപ്പെടും. അതിന് അടുത്ത മാർക്കറ്റ് കേരളമാണ്. അതുപോലെ തീർച്ചയായിട്ടും നമ്മൾ ജയിപ്പിച്ചു കൊടുക്കുന്നത് നേരിട്ട് BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. കോൺഗ്രസ് MP-മാർ ഇടതുപക്ഷത്ത് ഒരാൾ പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആരായിരിക്കും പ്രാവശ്യം? എളമരം കരീമായിരിക്കും ജയിക്കാം എന്നാണ് എൻ്റെ വിചാരം. എളമരം കരീം ജയിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോഴേ നമ്മൾ ഇനിയിപ്പം ഇലക്ഷന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്താണ് കോഴിക്കോട്ട് ഒരു ട്രെൻഡ്? കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷത്തിനാണ് ചാൻസ് കാണുന്നത്. ഇവിടെ 3 പ്രാവശ്യം അയാൾ ജയിച്ച സ്ഥലം. കുറേ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ വരാൻ തന്നെ അയാൾക്ക് കഴിയാത്ത സമയം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട്. നമ്മളിപ്പോൾ ഈ ഏരിയ കുറ്റിച്ചിറ മോതാറ് ഇവിടെ ഈ ഭാഗത്ത് മാനന്തര ഭാഗത്തൊക്കെ നമ്മൾ മൂപ്പരെ കാണാനില്ല. പിന്നെ കരീം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന വ്യക്തിയാണ്. ഇവിടെ പല തൊഴിലാളികളെ പല പ്രശ്നത്തിലും വരുന്ന ആളുകളാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താ വെച്ചാൽ രാഘവേട്ടൻ മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും ഒക്കെ അതിപ്പോ സജീവമായിട്ടുണ്ടാവും. കണ്ണമ്പറമ്പിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ്. ഈ കണ്ണമ്പറമ്പിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അയാളെ എല്ലായിടത്തും വരുത്തുണ്ട്. കണ്ണമ്പറമ്പിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ കണ്ണമ്പറമ്പിൽ വന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വോട്ട് കിട്ടാനല്ല. കരീമും ബാബി ആഴ്ചപ്പോൾ കണ്ണമ്പറമ്പിലേക്ക് പോവാം. അങ്ങനെയല്ല വോട്ട് വാങ്ങണ്ടേ. പക്ഷെ ഒരു വ്യക്തിക്കാണ് വോട്ട്. കഴിഞ്ഞ 3 തവണ രാഘവൻ മത്സരിച്ചപ്പോഴും വോട്ട് കൂടുകയാണ് ചെയ്തത്. കൂടും. ഇനി ഈ പ്രാവശ്യം കൂടാനും കുറയാനും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ തരംഗമല്ലത്. അന്നൊരു തരംഗമാണ്. അത് UDF-ന്റെ തരംഗം തന്നെ. ഇന്നിപ്പോൾ ഇവിടെ മറ്റേ ഈ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, പെൻഷനും കാര്യങ്ങളും അരി വിതരണം ഇതൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആൾ മാറിക്കുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തുകൊണ്ട് വികസനത്തിലെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഭരിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ കരീംകയും രാഘവേട്ടനുള്ള മത്സരം ഇങ്ങനെ പൊടി പാറുകയാണ്. ഇപ്പം തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസമൊക്കെ ബാക്കിയുള്ളൂ. എന്താണ് കോഴിക്കോട്ട് ഒരു ട്രെൻഡ്? കോഴിക്കോട് രാഘവേട്ടൻ തന്നെയാണ് ട്രെൻഡ്. ഇപ്പോൾ 15 വർഷമായിട്ടും രാഘവേട്ടൻ തന്നെയാണ് ഇവിടെ വിജയിച്ചത്. അപ്പോൾ കോഴിക്കോടിൽ നല്ല വികസനം വേണ്ടമാതിരി കൊണ്ടുവന്നു. കരീംകയ്ക്ക് ഒരു ചാൻസും കാണുന്നില്ല. പിന്നെ കരീംക ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. കരീംക ജയിച്ചിട്ട് ഇന്ത്യ മുന്നണിയായിട്ട് എല്ലാവരും അവിടെ പോയിട്ട് ഒരു പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുന്ന് ജയിച്ചു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല, അപ്പൊ അങ്ങനെ പറയുമ്പോ കരീംക ജയിച്ചാലും രാഘവേട്ടൻ ജയിച്ചാലും ഒരേ എഫക്റ്റ് അല്ല ഉണ്ടാവേണ്ടത്. പക്ഷെ അതുകൊണ്ട് രാഘവേട്ടനെ ജയിപ്പിക്കണല്ലേ. അതിൽ വേറെ വ്യത്യാസമുണ്ട്. ഈ CPM-ന്റെ പിന്തുണ ശരിക്കും ഇന്ത്യ മുന്നണിക്ക് വേണ്ടെന്നുള്ളതാണ്. കാരണം ചെറിയ നിസ്സാര കാര്യത്തിന് ചിലപ്പോൾ പിന്തുണ പിൻവലിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ആണവ കരാർ അറബിക്കടലിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് പിന്തുണ പിൻവലിച്ച് പോയൊരു പാർട്ടിയാണ് CPM. അപ്പൊ CPM-ന് 1-2 സീറ്റായിട്ട് കിട്ടിയിട്ട് അഥവാ പിന്തുണ കിട്ടേണ്ടി വന്നാല് അത് കിട്ടരുത് എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥന. അതാണോ CPM-ന്റെ പിന്തുണ വേണ്ട? അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം പിന്തുണ എല്ലാരും കൊടുത്തിക്കണേ. കാരണം എന്താ,
ഈ വേൾഡില് അത് മറ്റേ അല്ല വേൾഡില് സോറി ഇന്ത്യയില് ആ ജനങ്ങളില്ലേ ഇന്ത്യയില് നമ്മള് 19 സീറ്റ് കിട്ടിയ എന്തുകൊണ്ടാ എല്ലാരും പിന്തുണ കൊടുത്തിട്ടാണ് രാഘവൻ ഈ CPM ആയാലും എല്ലാരും പിന്തുണ കൊടുത്തിട്ടാണ് 19 സീറ്റ് കിട്ടിയത് അല്ലേ? അന്ന് നിങ്ങൾ പിന്തുണച്ചത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനം അതായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനം ഇപ്പോഴും രാഹുൽ ഗാന്ധി ഉണ്ട് വയനാട്ടിൽ. അല്ല മാത്രല്ല അത് മാത്രല്ല മറ്റുള്ള ഏത് ഇപ്പോഴും ജനങ്ങൾ ഒരു പ്രതികാരത്തിന് വേണ്ടി കാത്തിക്കാണ്. ഇപ്പൊ മൊത്തം ഈ CPM-നോടുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ലോക്സഭാ കേരളത്തിൽ ഇന്ന് അവസ്ഥ വളരെ മോശമല്ലേ? കേരളത്തിൽ ഏത് അടിസ്ഥാനത്തിൽ CPM-ന് വോട്ട് ചെയ്യും? സപ്ലൈകോലി എല്ലാത്തിനും വില കൂടിയിരിക്കുന്നു ഇല്ലേ? നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇവിടെ ഭയങ്കര വില വർധനവ്. കഴിഞ്ഞ പ്രാവശ്യം 5 കൊല്ലം ദേശാഭിമാനി പോലെ എഴുതിയിരുന്നു 5 വർഷം വില കൂടില്ലാന്ന്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടുതലല്ലേ? എന്നിട്ടിപ്പോ പെൻഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ സെസ് ചാർജ് ഏർപ്പെടുത്തി 2 റുപ്യ പിടിക്കാൻ തുടങ്ങി. പെൻഷൻ കൊടുത്തോ? നിത്യോപയോഗ സാധാരണക്കാരൻ ഇവിടെ ജീവിക്കാനുള്ള പ്രയാസത്തിലാണ്. ആ പ്രയാസം 600 1600 കയറി അതും കൊടുക്കണില്ലല്ലോ. 7 മാസമായി കൊടുക്കില്ല. 6 മാസമായി. ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിലുള്ള ഒരു സജഷൻ, ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഫാസിസ്റ്റ് ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കാം. എന്റെ ചോദ്യം അതല്ല. ആ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോ ഒരു മിനിറ്റ് ആ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോ LDF പോയാലും UDF പോയാലും ഒരേ എഫക്റ്റ് അല്ലേ കേരളത്തെ? പക്ഷേ കേന്ദ്രത്തിലെത്തുമ്പോ ഏറ്റവും കൂടുതൽ പിന്നെ MP-മാരുള്ള പാർട്ടിയെ ഗവൺമെന്റ് പോയിന്റാണ്. കോൺഗ്രസിന് ഈ 19 ഈ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള ഈ 20 സീറ്റും കിട്ടിയാലേ അത് പിന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ വലിയ പിന്നെ പാർട്ടിയായി ഇതാ മാറുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അതാണ് ആരാണ് ഏറ്റവും വലിയ കോൺഗ്രസിന് ഇപ്പൊ അതിനുള്ള ഒരു ശക്തി ഉണ്ടോ? ഒറ്റകക്ഷി ആവാനുള്ള ശക്തി ഉണ്ടോ? സംശയം എന്താ? കോൺഗ്രസ് ഇന്ത്യയിൽ ഒറ്റ ശക്തിയായിട്ട് ഇത്തവണ വന്നിരിക്കും. കാരണം നിങ്ങൾ എവിടുന്നാ കൂടുതൽ സീറ്റ് കിട്ടുക? കൂടുതൽ സീറ്റ് കിട്ടുക വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇത്തവണ കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ രാമക്ഷേത്രം ഒന്നും എഫക്ട് ചെയ്യില്ല. രാമക്ഷേത്രത്തിൽ എഫക്റ്റേ ആവുന്നില്ല. അത് എല്ലാവർക്കും മനസ്സിലായി. അതൊരു രാഷ്ട്രീയ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BJP ചെയ്ത ഒരു അടവായിരുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അത് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതിവിടെ എഫക്റ്റ് ആവില്ല. ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ അതുപോലെ ഡീസൽ പിന്നെ പെട്രോള് അതുപോലെ തന്നെ പിന്നെ ജീവിക്കാൻ നമ്മളുടെ ഓരോ വീടുകളിലെയും ഇപ്പൊ നമ്മുടെ പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ ഡബിളായി മാറി. അപ്പോൾ ഈ കേരളത്തിൽ പിന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ പിന്നെ ഉള്ളൊരു എതിർപ്പും പിന്നെ ഫാസിസ്റ്റ് ഭരണം അവസാനിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിനുള്ള എതിർപ്പ് രണ്ടും കൂടി എഫക്റ്റ് ആകുമ്പോൾ 20 സീറ്റും കിട്ടാൻ UDF തീർച്ചയായിട്ടും KC വന്നതോട് കൂടി അത് പോയില്ലേ? ഈ KC വേണുഗോപാലെ ഇപ്പം സ്വാഭാവികമായിട്ട് ആലപ്പുഴ ജയിക്കുകയാണെങ്കിൽ KC വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് രാജസ്ഥാനിലാണ്. അവിടെ മൂപ്പര് രാജിവെക്കേണ്ടി വരും. അവിടെ രാജിവെക്കുമ്പം ആ സീറ്റ് പോകും BJP-ക്കായിരിക്കും. അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് കണക്കിലെടുക്കാത്തത്? പക്ഷെ അങ്ങനെയല്ല. അത് അവിടെ ഇപ്പൊ അധികം കാരണം ഇല്ല. ആ ടൈം കഴിയാതെ പക്ഷേ 2 വർഷത്തിൽ 5 വർഷത്തിലേക്ക് വരാൻ വേണ്ടി പോവല്ലേ? അപ്പൊ ആ രാജ്യസഭ പോയാലും പ്രശ്നമാക്കണ്ട. ലോകസഭയിൽ നമുക്ക് രാജ്യസഭയിൽ 3 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ അത് നോക്കണ്ട. ലോകസഭ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഈ ഫാസിസ്റ്റ് ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കുക. അതാണ് ഇപ്പൊ ജനങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു സജഷൻ. ലക്ഷ്യം അതാണ്. ഇപ്പോ BJP ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ ഇവിടെ സാധാരണ ജനങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പിന്നെ മതേതര കക്ഷി എല്ലാവർക്കും ഒരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലാതെ BJP അടുത്ത ടൈമിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം സംഭവിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. ഇവിടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരണം. എളമരം കരീം അവിടെ പാർലമെന്റ് പോയിട്ട് ഇയാൾ എന്താ പറയുന്നത്? രാഹുൽ സീറ്റ് നേരം അവിടെ ഇരിക്കും. അതല്ല പൊരുത്തിയിട്ട് കളിക്കും കരീം. ആ പൊരുതി കളിക്കാനുള്ള ഒരാളുള്ള അയാൾ തന്നെയാണ്. അയാൾക്ക് മറ്റേ സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഇയാൾ വേറെ മരിച്ച വീട്ടിലൊക്കെ പോകുന്നുണ്ട് സോപ്പിടാൻ. വേറെ ഒന്നിനും പറ്റൂല. അയാള് രാഘവട്ടം വലിയ ജനകീയനാണെന്നാ ജനകീയനാണല്ലോ. 3 പ്രാവശ്യം ജനകീയ ഞാൻ നോക്കണ്ട. ഒരു പ്രാവശ്യം ചുരുങ്ങിയ വോട്ടിനാണ് വിജയിച്ചത്. അപ്പം പ്രദീപ്കുമാറിനോട് അപ്പം ചുരുങ്ങിയ വോട്ടിനെ. അപ്പൊ ഒന്നാമത് വെച്ചാല് രാഘവേട്ടൻ ഫോൾട്ട് എന്താ? രാഘവന്റെ ഫോൾട്ടോ? ഒരു കാര്യം ചെയ്തില്ല. വികസനം ഇല്ല. അതന്നെ വെറുതെ പറയുന്നുണ്ട് വികസനം ഇല്ല. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ പിണറായി വിജയൻ സർക്കാർ
ഫസ്റ്റ് കോവിഡ് സമയത്ത് എന്തൊക്കെ ചെയ്തിരിക്കുന്നു ഇതൊന്നും ഇവർക്ക് ഓർമ്മയില്ല. അന്ന് പെൻഷൻ ഇതൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് ഇപ്പം കുറച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാല് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. വികസനം കംപ്ലീറ്റ് എവിടെയാണ് എന്താ ഇല്ലാത്തത്? ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് അവിടെ പോയി മുപ്പര് പറഞ്ഞത് ശരിയാണ്. വികസനം തന്നെയല്ലേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് അതന്നെ ഒരു വികസനം. മുപ്പര് അവിടുന്ന് 2 സ്റ്റെപ്പ് നടന്നതിന്റെ ആ വികസനം കാണും. മുപ്പരെ കണ്ടിട്ടില്ല. മെഡിക്കൽ കോളേജ് അങ്ങോട്ട് മൂപ്പര് പോയിട്ടില്ല. മൂപ്പര് രാഘവേട്ടനെ പറ്റിയ ഒരു കുറ്റം പറയുന്നില്ല ഇവിടെ. അപ്പൊ CPM ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. എയിംസ് കേരളത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. കോഴിക്കോട് കിനാലൂർ നമ്മൾ ഭൂമി എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ എയിംസ് കേരളത്തിന് കിട്ടിയിട്ടില്ല. എന്താ രാഘവേട്ടന്റെ ഒരു പോരായ്മയായിട്ടാണ് CPM അവതരിപ്പിക്കുന്നത്? അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. അവിടെ പോയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് എളമര കരീം. ഇയാൾക്കൊന്നും അത്ര കഴിവില്ല. കാരണം എന്ത് കാര്യത്തിലും ഇടപെട്ടിട്ട് സംസാരിക്കാൻ, തൊഴിലാളി വർഗത്തിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും എന്ത് കാര്യത്തിലും ഇടപെട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. അതാണ് CPM 20 സീറ്റിലും CPM വരണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ബംഗാളിക്ക് വരെ ബുദ്ധി ഉദിച്ച് മൂപ്പർക്ക് ഇപ്പോഴും ബുദ്ധി ഉദിച്ചില്ല. എല്ലാരും കൂടി ശബ്ദം ഉണ്ടാക്കി ആര് പറയണം കേട്ടില്ല. ബംഗാളിയിലെ ജോലിക്കോട്ട് പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ ചെയ്താൽ നമ്മളൊന്നും അറിയില്ല. ബംഗാളിനെ നമ്മളറിയണല്ലോ. ഇവിടുന്ന് പോകുമ്പോ നിങ്ങൾ തന്നെ കണ്ട് എല്ലാ ചാനലും മൂപ്പര് കണ്ട്. ബംഗാളിൽ രാഹുൽ ഗാന്ധി അല്ല ഇവിടെ മത്സരിക്കണേ. ഇവിടെ രാഘവനാണ് മത്സരിക്കണേ. രാഹുൽ ഗാന്ധി അല്ല ഇവിടെ മത്സരിക്കണേ. രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിച്ചിട്ട് എന്താ അറിയോ? ഈ ബംഗാളിൽ പോയിട്ട് എന്താ കാര്യം? ബംഗാൾ എന്താ കിട്ടുന്നുണ്ടോ? എല്ലാരും അങ്ങോട്ട് പോവാറ്. നമ്മള് CPM കാരനാ എന്ന് വിചാരിച്ചോളി. താമര വീരണെങ്കിൽ ഇവിടെ കോൺഗ്രസ്സുകാരൻ വിചാരിക്കണോ? താമരയിലേക്ക് പൈസ ഉണ്ടെങ്കിൽ അവര് പറയുന്ന ഒരു സംഗതി ഉണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെ ഇപ്പൊ CPM നശിച്ചിട്ട് BJPയിലേക്കാ പോകുന്നതെന്ന് ഇവിടെ മരുമോന് മകന്റെ മകന് ആന്റണിന്റെ മോൻ എന്താ പറഞ്ഞേ? ആന്റണി എന്താ പറഞ്ഞേ? എനിക്ക് മകൻ സാബും വേണ്ടത്. BJPയിലേക്ക് കോൺഗ്രസ് ഇങ്ങനെ പോണതിനെ കൊണ്ട് കോൺഗ്രസ് ഭരിക്കണം എന്നുള്ള ആഗ്രഹക്കാരൻ നമ്മളൊക്കെ നമ്മളൊക്കെ എന്താ അറിയോ? രാഹുൽ ഗാന്ധിക്ക് ഇതൊരു ചോദ്യമല്ലേ? ഈ കോൺഗ്രസ് വലിയ ഒഴുക്ക് BJPയിലേക്ക്. കോൺഗ്രസ് വലിയൊരു പാർട്ടിയാണ്. അതിൽ നിന്ന് പലരും പോകും. CPM ഒന്ന് പോകാൻ ആരുമില്ല. CPM ഒന്ന് പോകാനൊന്നുമില്ല, ആരുമില്ലല്ലോ. ഉള്ളത് പിന്നെ ഓഫീസും പാർട്ടിയും ഒക്കെ അടുക്കാ പോണത്. ബംഗാള്, ത്രിപുരക്ക് അങ്ങനെ പോണേ. കേരളത്തിൽ നിന്ന് CPM പോണ്ട. കാരണം എന്താ നിങ്ങള് BJP കിട്ടുന്ന അതേ സൗകര്യം ഇവർക്ക് CPM കിട്ടുന്നുണ്ട്. പണമായാലും പണം കിട്ടുന്നുണ്ട്. ഓരെന്ത് തെറ്റ് ചെയ്താലും ഓരെന്നെ അന്വേഷിക്കൂ, ഓരെന്നെ പോലീസ് സ്റ്റേഷന്, പിന്നെ ഒരു പോവില്ല. എല്ലാ സുഖം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ BJP ഇവിടെ വന്നില്ലേ? ഇതുവരെക്ക് വന്ന് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് കിട്ടാൻ കാരണം എന്താ? അതായത് കോൺഗ്രസ് ഭരണോ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ട് എന്നിട്ട് വന്നില്ല. കാരണം എന്തുകൊണ്ടാ? സപ്പോർട്ട് ചെയ്യണ്ടെന്നാണോ? അല്ല, സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ? സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇവരെല്ലാരും അങ്ങോട്ട് പോവല്ലേ. അപ്പൊ പിന്നെ വെറുതെ വന്നിട്ട് കാര്യമില്ല. കട പൂട്ടി പോകാൻ ആരും ഉണ്ടാവില്ല. അതെ, അഭിപ്രായം പറയണം. അത് മസ്റ്റാ. ചോദ്യം മനസ്സിലായില്ല. അതായത് കോൺഗ്രസിന് ഇപ്പൊ പത്മജ വേണുഗോപാല്, അനിൽ ആന്റണി, കേരളത്തിൽ നിന്ന് നമ്മൾ ദേശീയ തലം വിടുക, കേരളത്തിൽ നിന്ന് തന്നെ കുറെ നേതാക്കന്മാര് പോയി. ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ കഴിയാത്ത പക്ഷെ പത്മജ വേണുഗോപാൽ എന്നൊക്കെ പറയുമ്പോ പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കാൻ പറ്റുമെന്നുള്ളത് രണ്ട് തവണ കേരളത്തിലേക്കും നിയമസഭയിലേക്കും ഒരു മിനിറ്റ് ശാന്തമായിട്ട് അഭിപ്രായം പറയും. 2 തവണ നിയമസഭയിലേക്കും 1 തവണ പാർലമെന്റിലേക്കും മത്സരിപ്പിച്ചിട്ടുണ്ട് പത്മജ. അവർക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സംഗതി അവർ കരുണാകരന്റെ മകൾ താഴെത്തട്ടിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും? കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് അവർക്കൊക്കെ നേതൃത്വ സ്ഥാനങ്ങളും നേതാക്കളും ഉള്ളൂ. കോൺഗ്രസിന് പുറത്തു പോയി കഴിഞ്ഞാൽ വെറും ഒരു പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ട് കോൺഗ്രസിൽ എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പരിഗണന കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആഗ്രഹങ്ങൾ വലുതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരുപാട്
നേതാക്കന്മാരുണ്ടല്ലോ, എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ ഇവിടെ കഴിയും. ഇവിടെ ഇപ്പോൾ 140 മണ്ഡലങ്ങൾ മത്സരിക്കാന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു പിന്നെ ഘടകകക്ഷികൾ കൊടുത്തതിൻ്റെ ബാക്കിയല്ലേ സീറ്റ് ഉണ്ടാവുള്ളൂ നിയമസഭയിൽ. അതുപോലെ തന്നെ 20 സീറ്റിൽ ഘടകകക്ഷികൾ കൊടുത്തതിൻ്റെ ബാക്കി 17 സീറ്റാണ് പിന്നെ അവിടെ മത്സരിക്കാൻ ഉണ്ടാവുക. അപ്പോൾ ഈ 17 സീറ്റിൽ നേതാക്കന്മാർ ഇപ്പോൾ നിലവിലുള്ള എം പിമാരൊക്കെ നല്ല പെർഫോമൻസ് ചെയ്ത ആളുകളാണ്. രാഘവേട്ടനടക്കം. ഈ രാഘവേട്ടനൊന്നും കവിച്ചു വെക്കാൻ ഒരു എം പിമാരും അല്ലെങ്കിൽ ഇപ്പോൾ മത്സരിച്ച ഒരു എം പിമാർക്ക് എത്തിയില്ല. രാഘവേട്ടൻ അത്ര ജനകീയനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം, കോഴിക്കോട് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം മിഠായി തെരുവിൽ നിന്ന് നമ്മുടെ ചർച്ച പുരോഗമിക്കുമ്പോൾ ഈ കോഴിക്കോട്ട് ഒരു കാര്യം ഉറപ്പാണ്, ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. രാഘവന് സ്വാധീനം കൂടുതലാണ് എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷെ ഇത്തവണ എളമരം കരീം ശക്തമായ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ എളമരം കരീം മുന്നിലേക്ക് വരുമെന്ന ആത്മവിശ്വാസം CPM-ഉം പ്രകടിപ്പിക്കുന്നു. നമുക്ക് 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ തന്നെ ആ റിസൾട്ട് കാത്തറിയാം. ഇനി നമുക്ക് കോഴിക്കോട്ടെ ഒരു പ്രധാന കേന്ദ്രമായ ബീച്ചിലേക്ക് കൂടി നമുക്ക് ആളുകളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി പോകാം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ആരാകും വിജയിക്കുക എന്നറിയാനുള്ള ഞങ്ങളുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഭാഗത്ത് ഐശ്വര്യതയും മറുഭാഗത്ത് കല്ലുമ്പക്കായും ഒക്കെ നിറഞ്ഞ് മുഹബത്തിന്റെ മുന്തിരിച്ചാർ ഒഴുകുന്ന കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ചിലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? കരീം കെ ആണോ അതോ രാഘവേട്ടനാണോ എന്ന ചോദ്യത്തിന് അവരെന്ത് മറുപടി പറയുമെന്ന് നോക്കാം. ഹലോ, കച്ചവടം ഉഷാറായി പോകുന്നു. ഇന്ന് നല്ല തിരക്കാണല്ലേ? അല്ല, ഇലക്ഷന്റെ ചൂടുണ്ടല്ലോ ഒരു ഭാഗത്ത്. എന്താ അഭിപ്രായം? രാഘവേട്ടൻ ജയിക്കുന്നതാണ്. രാഘവേട്ടൻ ജയിക്കും, ഉറപ്പ്? ഉറപ്പ്. എളമരം കരീം നല്ല ശക്തനായ സ്ഥാനാർത്ഥിയാണ്. രാഘവേട്ടനാണ് നമുക്കൊരു താല്പര്യം. രാഘവേട്ടൻ അല്ലേ പ്രാവശ്യം പോവാ? രാഘവേട്ടൻ പോയാലും പോയിട്ടില്ലെങ്കിലും ഇവിടെ പിന്നെ ലോകസഭ പോയിട്ട് ഈ ലോകത്തിലെ ഈ നാട്ടിൽ നടക്കുന്ന പ്രതിസന്ധികളെ സംസാരിക്കാൻ UDF-ന്റെ ഒരു കോൺഗ്രസ് പിന്നെ MP മാർക്കും കഴിഞ്ഞിട്ടില്ല. ഏത് 18 പോയില്ലേ? ഈ 18 ഒന്ന് മറിച്ചടിച്ച് അവർ 18 പോയില്ലേ? കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞോ ഇത് നമ്മൾ കളിക്കാൻ പോണെന്ന് ചോദിച്ചു. അപ്പൊ ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഇവർക്കൊക്കെ നമ്മൾ വിഡ്ഢികളല്ലേ? ഇനി എന്തിനാ ജയിപ്പിക്കുന്നത്? അപ്പൊ വേറെ ആരെയും വരട്ടെ. പക്ഷെ രാഹുൽ ഗാന്ധിയാണ് അഥവാ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരാൻ കോൺഗ്രസ് വേണമെന്നുള്ളതാണ്. അത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ അത് ഇന്ത്യയിലെ 28 കക്ഷികൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു സംഗതി ഇന്ത്യ മുന്നണി. അതിൽ ഇവിടെ CPM അതിലൊരു പിന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ. മനസ്സിലായി? അംഗമല്ല CPM, അതിൽ അംഗമല്ല. CPM അംഗമാവും. എന്താ വെച്ചാൽ BJP ഇറക്കാൻ വേണ്ടിട്ട്. ദേശീയ തലത്തിൽ എന്താ പ്രാവശ്യം സംഭവിക്കുക? ദേശീയ തലത്തിൽ എന്ന് പറഞ്ഞാൽ അതിപ്പോ പറയുകയാണെങ്കിൽ എന്തായാലും ഇന്ത്യക്ക് അഭിപ്രായത്തിൽ ഒരു ചിലപ്പോൾ 400 പറയുന്നുണ്ട്. എന്തായാലും ഒരു 1000-300 ആയിട്ട് വരും. ഇപ്രാവശ്യം ആരാകും? കരീം കെ ആണോ രാഘവേട്ടനാണോ? എളമരം കരീം ജയിക്കും. ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ. ആത്മവിശ്വാസം. കാര്യം എന്താ? അയാൾ അടുത്ത വർഷം ജയിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്, ഇന്ത്യന്റെ ആവശ്യമാണ്. ഇപ്പൊ കോഴിക്കോട്ട് ഒരു ട്രെൻഡ് പരിശോധിക്കുമ്പോൾ ഇപ്പം രാഘവേട്ടൻ ഒരു മുൻതൂക്കം എപ്പോഴും ഉണ്ടോ? അത് അങ്ങനെ UDF-ന്റെ ആൾക്കാർ പറയുന്നതല്ലേ. പക്ഷെ കരീം കെ ജയിക്കും. നേരിയ വോട്ടിന് കരീം കെ ജയിക്കും. വലിയ ഭൂരിപക്ഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല? അയാൾ എപ്പം പോയി നമുക്ക് കണ്ട് എന്ത് കാര്യം, ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാ. എന്ത് കാര്യം പോയി പറയാം കരീം കെയോട്. അത് നല്ല സ്നേഹത്തോടെ അയാൾ കൈകാര്യം ചെയ്യും. ഞാൻ 1-2 പ്രാവശ്യം അടുത്ത് പോയതാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹം കൂട്ടിപ്പിടിച്ച് നമുക്ക് ആ കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ജയിക്കണം തന്നെ നമ്മൾ ആഗ്രഹം. എന്താ ഇപ്രാവശ്യത്തെ കോഴിക്കോട്ടെ ട്രെൻഡ്? കോഴിക്കോട് MK രാഘവൻ ജയിക്കും തീർച്ചയായിട്ടും. 1 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും. ഭൂരിപക്ഷം ഇനിയും കൂടും തീർച്ചയായിട്ടും. നിങ്ങളുടെ അഭിപ്രായം എന്താ? രാഘവൻ ജയിക്കും. പക്ഷെ മൂപ്പര് പറഞ്ഞത് ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് കൂടുന്ന, അതിന് സാധ്യത കുറവല്ലേ? അത്ര തന്നെ ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അത്ര ഉണ്ടാവും തോന്നുന്നില്ല. എങ്കിലും മോശം ഉണ്ടാവില്ല. 50 മുകളിൽ ഭൂരിപക്ഷം കിട്ടും. ഒരു ഐശ്വര്യതി. അപ്പോ ഈ കോഴിക്കോട്ടെ ഇലക്ഷന്റെ ചൂട് ഭയങ്കരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേനൽ ചൂടും കടുത്തു വരികയാണ്. 40 ഡിഗ്രിയുടെ ഒക്കെ അടുത്താണ് ഇന്ന് നഗരങ്ങളിലൊക്കെ ചൂട്. ഈ രാത്രി പോലും ചുട്ടുപൊള്ളുകയാണ്. ഇതിനിടയിലാണ് ഇലക്ഷൻ പ്രചാരണവും നടക്കുന്നത്. അപ്പോ നമ്മൾ ഒരു തണുപ്പുള്ള കോഴിക്കോടിന്റെ ഒരു ഐശ്വര്യതി കഴിച്ച് നമുക്ക് വീണ്ടും കോഴിക്കോടിന്റെ രാഷ്ട്രീയത്തിലേക്കും വിശേഷങ്ങളിലേക്കും വരാം. നല്ല തണുത്ത ഐശ്വര്യത്തി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നമ്മൾക്ക് കച്ചവടം ചെയ്യുന്ന ആളും ഒരു വടകര മണ്ഡലമാണ് അല്ലേ നിങ്ങള്? എന്താ ഇപ്രാവശ്യത്തെ മൊത്തത്തിലുള്ള ട്രെൻഡ് എന്താ? അടുത്തേക്ക് വരും. വടകര ശൈലജ ടീച്ചർ ജയിക്കും. അത് ഷാഫി പറമ്പിൽ അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടെന്നാ പറയുന്നത്. പ്രചരണം നോക്കണ്ട.
അപ്പോൾ കോഴിക്കോട്ട് വോട്ടർമാരുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ട് ഒരു സമ്മിശ്ര വികാരമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ഭാഗത്ത് രാഘവേട്ടന് വലിയ പിന്തുണയുണ്ട്, അതേപോലെ തന്നെ മറുഭാഗത്ത് എളമരം കരീമിനും പിന്തുണയുണ്ട്. അതുകൊണ്ട് ആരായിരിക്കും ജയിക്കുക, ആരാണ് ഇതിലേക്ക് വരിക എന്നത് അറിയണമെങ്കിൽ ഒരുപക്ഷെ വോട്ടെണ്ണുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് മൊത്തത്തിൽ കാണുന്നത്. നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും നമ്മൾ വോട്ടർമാരിലേക്ക് പോവുകയാണ്. ആരായിരിക്കും കോഴിക്കോട്ടെ ജേതാവുക എന്ന് ജനമനം എന്ത് പറയുന്നു എന്നറിയാം. രാഘവേട്ടൻ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭൂരിപക്ഷത്തിൽ ജയിക്കും. പൗരത്വ ബില്ല് വന്നേ, പൗരത്വ ബില്ലിന് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് ഒരു MP ആണ് ഇ ടി മുഹമ്മദ് ബഷീറും ഈ രാഘവനും ഇങ്ങനത്തെ കണ്ട ആൾക്കാർ. പൗരത്വ ബില്ല് ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ബില്ലിനെ കുറിച്ച് മൗനമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇതില് അത് മൗനം ചോദിച്ചാൽ ഈ ഇന്ത്യ ഭരിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ എന്ത് പറഞ്ഞില്ല, ഈ വിഷയം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഒരു പുതിയതായിട്ട് അങ്ങോട്ട് എന്താവും. ഇത്തവണ കോഴിക്കോട്ട് നല്ല മത്സരമുണ്ട്. ഒരു ഭാഗത്ത് എളമരം കരീമാണ്, മറുഭാഗത്ത് രാഘവൻ തന്നെയാണ്. എന്താണ് കോഴിക്കോട്ട് ഒരു ട്രെൻഡ് എന്തായിരിക്കും? രാഘവൻ തന്നെയായിരിക്കും. രാഘവൻ വീണ്ടും ജയിക്കും എന്നുള്ളതാണ് എന്റെ ഉറപ്പ്. ജയിക്കുന്നതാണ്. ആണോ? നിങ്ങളെ ഉറപ്പ് എന്താ? ഞാനും പ്രതീക്ഷിക്കുന്നു രാഘവൻ തന്നെയാണ് ജയം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, രാഘവൻ ഒരു വെല്ലുവിളി അല്ല എന്നാണോ? രാഘവന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പൊതുവെ ഒരു വെല്ലുവിളി അല്ല ഇവിടെ. കാരണം വികസനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാനല്ലാതെ അവിടെ പ്രത്യക്ഷത്തിൽ ഒരു വികസനമായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. അപ്പം അത് എളമരം കരീമിനെ കൊണ്ടുപോകാനാണ് ചാൻസ്. പിന്നെ BJPക്ക് ബദലായിട്ട് അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. മുസ്ലിങ്ങൾക്ക് ഇതായി കൊണ്ടൊന്നുമില്ല. പിന്നെ കോൺഗ്രസ് നിന്ന് ജയിച്ചു പോയാൽ ഒരു ഉറപ്പൊന്നും ഇല്ല എന്നുള്ളൊരു സമയത്തും BJPയിലേക്ക് പോകുമെന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ധാരണ എല്ലാവരും മനസ്സിലും കുടുങ്ങിക്കുന്നു. ഇവിടെ എളമരം കരീമി ജയിക്കും. ആണോ? ആ, എന്താ പുതിയ തലമുറക്ക് എളമരം കരീമിന് പിന്തുണ ആണോ? അങ്ങനെയാണോ? അങ്ങനെ ഒന്നല്ല. ഈ മറ്റേ ഇപ്പൊ കോൺഗ്രസ് ജയിച്ചാൽ എല്ലാവരും BJPയിലേക്കാണ് പോകുന്നത്. എളമരം കരീമിനാണ് സാധ്യത. ഉറപ്പ് കോൺഗ്രസിനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഉറപ്പിക്കാൻ ഇടതുവശത്തിനെ പറ്റുള്ളൂ. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. മറ്റേത് നാളെ BJP ആവുമെന്ന് പറയാൻ പറ്റില്ല. MK രാഘവൻ ജയിക്കും, സംശയമില്ല. യാതൊരു സംശയമില്ല. ഈ പ്രാവശ്യം ഇടതുപക്ഷം ജയിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷമാണ് കുറച്ച് ശക്തമായിട്ടുള്ളത്. കേരളത്തിൽ 20 MP ഇടതുപക്ഷത്തിന്റെ വരണം എന്നാണ് നമുക്ക് താല്പര്യം. അപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചൂടും ചൂരുമാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞത്. കോഴിക്കോട്ട് ആര് ജയിക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും സമ്മിശ്ര പ്രതികരണമാണ്. എന്തായാലും ഇത്തവണ UDFന് ഒരു ഈസി വാക്ക് ഓവർ നൽകില്ല എന്ന് ഒരു ഭാഗത്ത് CPM ഉറപ്പിച്ചു പറയുമ്പോൾ മറുഭാഗത്ത് ഞങ്ങൾ പാട്ടും പാടി ഇത്തവണ 4ാം തവണയും ജയിക്കും എന്ന ഉറപ്പും ആത്മവിശ്വാസവും പങ്കുവെക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും ഇതിന് റിസൾട്ട് കാണണമെങ്കിൽ നമുക്കിനിയും കാത്തിരിക്കണം. 26-ാം തീയതി പോളിംഗ് ബൂത്തിലാണ് ഈ അഭിപ്രായങ്ങൾ വോട്ടായി മാറുന്നത്. എന്തായാലും കോഴിക്കോടിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വിടുന്നു. മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വീണ്ടും കാണാം. വളരെ നന്ദി.